ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലി നാൻസി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സ്റ്റോറി ആയിട്ടാണ്. അപ്പം ഇതിന് 2 പാർട്സ് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് കഥയിലേക്ക് കിടക്കാം. അനന്തു, മോനെ അനന്തു, നിൻ്റെ ആഗ്രഹങ്ങൾ പൂർണ്ണമായും നിറവേറുന്ന ആ ദിവസം നിന്നെ ഞാൻ എൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകും. വശ്യതയുള്ള ചിരി പിന്നീട് അത് പൊട്ടിച്ചിരിയായി മാറി. ചിരി ശബ്ദം നിന്നു. കൊലുസിൻ്റെ ശബ്ദം, ചിൽ ചിൽ. ആ ശബ്ദം അകന്നകന്നു പോകുന്നു. എന്നെ തനിച്ചാക്കി പോകരുതേ എന്ന് നിലവിളിച്ച് അനന്തു ഞെട്ടിയുണർന്നു. ആരോ തൻ്റെ മുകളിലിരുന്ന് പറയുന്ന സ്വപ്നം കണ്ടും ഈ ശബ്ദവും കേട്ടാണ് ആഴ്ചകളായി രാവിലെ അനന്തു ഞെട്ടിയുണരുന്നത്. കണ്ണ് തുറന്ന് ചുറ്റും നോക്കുമ്പോൾ സ്ഥിരം കാണുന്ന തൻ്റെ റൂമും ഷെൽഫും ടേബിളും 4 ചുവരുകളുമല്ലാതെ വേറെയൊന്നുമില്ല. നന്ദുവിന് ഇപ്പോൾ 18 വയസ്സ് തികഞ്ഞു. 18 വയസ്സ് പൂർത്തിയായിട്ട് കേവലം 2 മാസം മാത്രമേ ആകുന്നുള്ളൂ. പ്രൈവറ്റ് കോളേജിൽ 1ാം വർഷ BCom സ്റ്റുഡൻ്റാണ്. കാണാൻ സുന്ദരൻ, വെളുത്ത നിറം, ആവശ്യത്തിന് തടിയും ഉയരം കൂടിയ പ്രകൃതം. അനന്തുവിൻ്റെ അമ്മ അശ്വതി, 39 വയസ്സ്, 5.5 അടി ഉയരം, സിനിമാ താരം മാളവിക മേനോനെ പോലുള്ള ശരീരപ്രകൃതി. അതിനേക്കാളും സുന്ദരിയാണ്. നാട്ടിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അനന്തു അമ്മയെ അച്ചൂസി എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. ഈ സ്വപ്നം കാണുന്ന കാര്യം അനന്തു അമ്മയോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവനോട് അമ്മ പറയും, നീ കിടക്കുമ്പോൾ രാമനാമം ജപിച്ച് കിടക്ക്, എല്ലാം ശരിയാകുമെന്ന്. അവൻ അതും ശ്രമിച്ചു നോക്കി. എന്ത് ഫലം? ഒരു പരിഹാരവുമില്ലാതെ വന്നപ്പോഴാണ് അശ്വതി ഒരു ദിവസം അനന്തുവിനെയും കൂട്ടി തൻ്റെ സഹപാഠിയും ചങ്ങാതിയുമായ ഗായത്രിയെ കാണാൻ പോകുന്നത്. ഗായത്രി ഒരു സൈക്കോളജിസ്റ്റാണ്. 39 വയസ്സ്. ടൗണിൽ സ്വന്തമായി ഒരു ഫ്ലാറ്റ് വാങ്ങി അവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. മെലിഞ്ഞ ശരീരം, ശരാശരി ഉയരം, വെളുത്ത നിറം, വെയിൽ കൊണ്ടാൽ ചുവന്നു പോകുന്ന കവിളുകൾ. മഹിമ നമ്പ്യാറില്ലേ, ഏതാണ്ട് അതുപോലൊക്കെ ഇരിക്കും. അങ്ങനെ ഒരു ഞായറാഴ്ച 11 മണിക്ക് അവർ 2 പേരും ഗായത്രിയുടെ ഫ്ലാറ്റിൽ ചെന്നു. അപ്പോൾ ഗായത്രി നിലം തുടയ്ക്കുകയായിരുന്നു. ടിങ് ടോങ്. കോളിംഗ് ബെൽ കേട്ട് നെറ്റിയിലെ വിയർപ്പ് തുടച്ചു കളഞ്ഞ് അവൾ വാതിൽ തുറന്നു. ഗായത്രി: അല്ല, ഇതാരാ? നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ? വാ വാ, കയറി വാ. അവർ 2 പേരും സോഫയിൽ ചെന്നിരുന്നു. അശ്വതി: നീ ക്ലീനിങ് തീർത്തിട്ട് വാ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്, പിന്നെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുമുണ്ട്. ഗായത്രി: എന്നാടാ ശരി, നീ ഒരു കാര്യം ചെയ്യ്, ഒരു 3 ഗ്ലാസ് ചായ വെച്ചേ, അപ്പോഴേക്കും ഞാൻ പണി തീർത്ത് കുളിച്ചിട്ട് വരാം. അനന്തൂട്ടാ: എന്തെല്ലാം മോനെ, 2 വയസ്സുള്ളപ്പോൾ കണ്ടതാ നിന്നെ, ഇപ്പോൾ ഇവൻ വളർന്നു നല്ലൊരു സുന്ദരക്കുട്ടനായി. അനന്തു പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നിശബ്ദത. പെട്ടെന്ന് പരിചയമില്ലാത്ത ആളെ കാണുമ്പോൾ അവന് മിണ്ടാനൊരു മടി. പൊതുവെ അധികം സംസാരിക്കാത്ത ആളാണ് അനന്തു. ഐ ആം ഫൈൻ ചേച്ചി. ഗായത്രി കുളി കഴിഞ്ഞ് വന്ന് എല്ലാവരും ചായ കുടിച്ചു. അശ്വതി: എടാ, എനിക്ക് നിൻ്റെ ഒരു സഹായം വേണം. ഗായത്രി: എന്നാടി പറ, എന്നോട് എന്തിനാ ഈ മുഖവുര? അശ്വതി: എടാ, അവൻ എന്തോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വപ്നം കാണുന്നു, പിന്നെ ഞെട്ടി എഴുന്നേൽക്കുന്നു. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നീ ഒന്ന് അവനോട് സംസാരിക്ക്. അവന് ഈയിടെയായി ഒരു കാര്യത്തിലും താല്പര്യമില്ല, എപ്പോഴും മൂഡ് ഓഫ് പോലെയാണ്. ഗായത്രി: നീ പേടിക്കണ്ട മുത്തേ, ഞാനില്ലേ ഇവിടെ. അശ്വതി: താങ്ക്സ് ഡാ, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ആകെ കിട്ടുന്ന സൺഡേ ആണ്, കുറച്ച് ജോലി ബാക്കിയുണ്ട് വീട്ടിൽ. ഗായത്രി: നീ ചെല്ല്, ഇവനെ ഞാൻ നോക്കിക്കൊള്ളാം. വൈകുന്നേരം വീട്ടിലെത്തിച്ചേക്കാം, പോരെ? എന്നാ ഓക്കെ, ബൈ. ഗായത്രി: നന്ദൂട്ടാ, നീ ഇങ്ങ് വന്നേ. എന്താ ചേച്ചി?
അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു. നീ സ്വപ്നം കാണുന്ന കാര്യം. അതിനെക്കുറിച്ച് ചോദിക്കാനാണ്. നീ ആ റൂമിൽ പോയിരിക്കെ. അവിടെ പാതി കിടക്കാൻ പാകത്തിലുള്ള ഒരു ചെയറുണ്ട്. അവിടെ പോയിരുന്നോ. ചേച്ചി വന്നേക്കാം. ഫാൻ ഇട്ടോ. അനന്തു: ശരി ചേച്ചി. കുറച്ചു കഴിഞ്ഞ് ഗായത്രി റൂമിലെത്തി വാതിലടച്ചു. ഗായത്രി: ഇവിടെ ഇരിക്കാൻ നിനക്ക് ഓക്കെ അല്ലേ അനന്തു? അതെ ചേച്ചി. ഗായത്രി: ഇനി ചേച്ചിയോട് പറ, എന്താണ് സംഭവം? അനന്തു: ചേച്ചി അതിപ്പോൾ എങ്ങനെ? ഗായത്രി: നാണവും വേണ്ട, മടിയും വേണ്ട, പറഞ്ഞു. ചേച്ചി ഒന്നും വിചാരിക്കില്ല. അനന്തു മടിച്ചു പറഞ്ഞു. എന്താണെന്നറിയില്ല, എപ്പോഴും ഒരേപോലുള്ള സ്വപ്നം കാണുന്നു. ആരോ എൻ്റെ മുകളിലിരിക്കും. പിന്നെ അനന്തു ഒന്നും മിണ്ടിയില്ല. ഗായത്രി: പറയും മോനെ. സ്വപ്നത്തിൽ കേൾക്കാറുള്ള വാചകം അനന്തു പറഞ്ഞൊപ്പിച്ചു. ഗായത്രി: എല്ലാ ദിവസവും ഈ സ്വപ്നമാണോ കാണുന്നേ? അനന്തു: എല്ലാ ദിവസവും ഇല്ലായിരുന്നു ആദ്യം. എല്ലാ വെള്ളിയാഴ്ചകളിലുമായിരുന്നു ആദ്യം. ഇപ്പോൾ ഒന്നിടവിട്ട ദിവസം ഈ സ്വപ്നം കാണുന്നു. ഗായത്രി: ഇത് എന്ന് തൊട്ടാ കാണാൻ തുടങ്ങിയത്? അനന്തു: 2 മാസത്തിന് മുകളിലായി. അനന്തു ഇരുത്തി ഒന്ന് ആലോചിച്ച ശേഷം: ചേച്ചി, കൃത്യം പറഞ്ഞാൽ എൻ്റെ 18ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം. ഗായത്രി: എല്ലാ സ്വപ്നത്തിലും ഒരേ ശബ്ദമാണോ? പുരുഷ ശബ്ദം വല്ലതും? അനന്തു: ഇല്ല ചേച്ചി, സ്ത്രീ ശബ്ദമാണ്. നല്ല മാധുര്യമുള്ള ശബ്ദം. പ്രത്യേക രീതിയിലുള്ള വശ്യത നിറഞ്ഞ ചിരിയാണ്. ഗായത്രി: സ്ഥിരം ഒരേ വാചകമാണോ പറയാറ്? അനന്തു: സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് തൊട്ട് മുൻപിതാ പറയുന്നത്, മോനെ എൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകുമെന്ന്. ആ സമയം ഒരു പൊട്ടിച്ചിരിയാണ്. കൊലുസിൻ്റെ ശബ്ദം അകന്നകന്നു പോകും. ആ സമയം എനിക്ക് ഭയങ്കര സങ്കടം വരും. ഞാൻ ഞെട്ടി എഴുന്നേൽക്കും. ഗായത്രി: വേറെ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളുണ്ടോ? അനന്തു: സ്വപ്നത്തിൻ്റെ തുടക്കം അത് വരുമ്പോൾ മുല്ലപ്പൂ മണം ചുറ്റും പരക്കുന്നതായി അനുഭവപ്പെടും. പിന്നീട് അതിൻ്റെ മണം മാറി മാറി ചെമ്പകം പൂത്തു നിൽക്കുന്ന മണമാകും. സ്വപ്നത്തിൽ ആ കൊലുസിൻ്റെ ശബ്ദം അകന്നകന്നു പോകുമ്പോൾ പാലപൂത്ത മണമാണ്. അപ്പോൾ ഞാൻ ഞെട്ടി ഉണരും. ഗായത്രി: എല്ലാം ഓർത്തെടുക്കാൻ ശ്രമിക്കാൻ അനന്തു. അനന്തു: സ്വപ്നത്തിൽ ഒരു രൂപം വരുന്നു. ആദ്യമൊക്കെ എൻ്റെ അടുത്ത് വന്നിരിക്കുമായിരുന്നു. എൻ്റെ തലമുടിയിൽ തലോടും. പിന്നീട് കണ്ട സ്വപ്നത്തിൽ ആ രൂപം കൈവിരലുകൾ കൊണ്ട്. ഗായത്രി ഇടയ്ക്ക് കയറി: കൈവിരലുകൾ കാണാൻ പറ്റിയോ? ഒന്നും വ്യക്തമല്ല ചേച്ചി. ഗായത്രി: ഞാൻ ഉദ്ദേശിച്ചത് നീണ്ട കൂർത്ത നഖമുണ്ടോ വിരലിൽ? അനന്തു: അങ്ങനെയൊക്കെയുണ്ട്. എൻ്റെ തലയിൽ തലോടുമ്പോൾ ആ ഫീൽ എനിക്ക് കിട്ടും. പിന്നെ കണ്ട സ്വപ്നത്തിൽ എൻ്റെ നെഞ്ചിൽ ആ രൂപം മുഖം വെച്ച് കിടന്നു. എന്തോ തേങ്ങൽ പോലെ ഒരു ശബ്ദം. അപ്പോൾ എനിക്കും സങ്കടം വന്നു. ഇടയ്ക്ക് കണ്ട സ്വപ്നത്തിൽ ആ രൂപം എൻ്റെ മുഖത്ത് കൈകൾ കൊണ്ട് തഴുകി എൻ്റെ ചുണ്ടുകളിൽ വിരൽ കൊണ്ട് തൊട്ടു. പിന്നീട് എൻ്റെ ചുണ്ടുകളിൽ ചുംബിക്കാനായി ആഞ്ഞു. അപ്പോൾ അതിനത് കഴിയാതെ വന്നു. എന്തോ ഒരു ദിവ്യപ്രകാശം അതിന് ചുറ്റും വലയം ചെയ്ത പോലെയൊക്കെ സ്വപ്നത്തിൽ വന്നു. എന്നെ ചുംബിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അത് അതിനെ തടഞ്ഞു. പിന്നീട് എന്നെ ചുംബിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇത്രയൊക്കെ ഓർമ്മ വരുന്നുള്ളൂ. ഒരു വഴിയുണ്ട്. ഗായത്രി അവനെ ഹിപ്നോസിസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഗായത്രി ഒരു ചെറിയ കറങ്ങുന്ന കറുപ്പും വെള്ളയും നിറഞ്ഞ ചതുരം മുന്നിലേക്ക് നീക്കി വെച്ച് അതിലേക്ക് അവനോട് നോക്കാൻ പറഞ്ഞു. അവൾ അവൻ്റെ നെറ്റിയിൽ തലോടി. അനന്തു, റിലാക്സ്. ഒന്ന് ആഴത്തിൽ ബ്രത്ത് എടുക്കൂ. ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ. അനന്തു ഇപ്പോൾ ഉറങ്ങുകയാണ്. അനന്തു മയങ്ങുകയാണ്. റിലാക്സ്. അനന്തു ഇപ്പോൾ മുഴുവനായി റിലാക്സ് ചെയ്യുകയാണ്. അനന്തു ഇപ്പോൾ പാതി മയക്കത്തിലാണ്. അനന്തു. അവനൊന്ന് മൂളി. നീ ഇപ്പോൾ എവിടെയാണ്? ചേച്ചിയുടെ ഫ്ലാറ്റിൽ.
മോൻ്റെ ഓർമ്മകളൊന്ന് ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോയി. എന്തേലും മോശം ഓർമ്മകളുണ്ടോ? നിനക്കിപ്പോൾ 10 വയസ്സ്. അനന്തു: ഇല്ല. ഗായത്രി: നിനക്കിപ്പോൾ 5 വയസ്സ്. അനന്തു: കൃത്യമായി ഓർമ്മയില്ല. മോൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ മോൻ്റെ ഓർമ്മകൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കിക്കേ. അനന്തു: അതെനിക്ക്. അനന്തു: ടെൻഷൻ ആവേണ്ട, പതിയെ ട്രൈ. അനന്തു: ഞാനൊരു പഴയ തറവാട് വീട് കാണുന്നു ചേച്ചി. നീ എന്തൊക്കെ അവിടെ കാണുന്നു? ഒരാൾ ചാരുകസേരയിൽ ഇരിക്കുന്നു. അതെൻ്റെ മുത്തശ്ശനാണ്. ഒരു സ്ത്രീ മുറ്റത്ത് മുളകുണക്കുന്നു. അതെൻ്റെ അമ്മയാണ്. ഗായത്രി: ഇനി നീ നിന്നെ തന്നെ നോക്കൂ, നിന്റെ പ്രായം. അനന്തു: എനിക്ക് ഞാൻ മുറ്റത്ത് ചിരട്ടയിൽ മണ്ണ് വാരി കളിക്കുന്നു. എനിക്കിപ്പോൾ 5 വയസ്സ്. എൻ്റെ പേര് കൃഷ്ണനുണ്ണി എന്നാണ്. ഗായത്രി: നീ നിൻ്റെ വയസ്സ് കുറച്ച് കൂട്ടി ചിന്തിച്ച് നോക്കൂ. നിനക്കിപ്പോൾ 18 വയസ്സ്. 18 വയസ്സ് വരെയുള്ള ഓർമ്മകളിൽ എന്തെങ്കിലും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിനക്ക്? ഓർത്തു നോക്ക്. അത് ചേച്ചി, അത് റിലാക്സ് അനന്തു, ടെൻഷൻ വേണ്ട, പതിയെ മതി. എൻ്റെ 18 വയസ്സിൽ ചേച്ചി ഒരു ദിവസം ട്രൈ അനന്തു, ട്രൈ. അനന്തു: അമ്മയുടെ വിളി കേട്ടാണ് ഞാൻ അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത് ചേച്ചി. അമ്മ പിറകിലെ മുറ്റത്ത് നിലത്തിരുന്നെന്നെ വിളിക്കുന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അമ്മയുടെ വലത് കാൽ തടവുന്നതാണ് കണ്ടത്. അമ്മ പറഞ്ഞു: ഉണ്ണി, അമ്മ കാറ് തന്നെ വീണു പോയടാ, ഒന്ന് സഹായിക്കണേ. എന്നിട്ട് ഞാൻ അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അമ്മയുടെ ഒരു കൈ എൻ്റെ ചുമലിലിട്ട് എൻ്റെ ഒരു കൈ അമ്മയുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അമ്മയെ കട്ടിലിൽ കൊണ്ടിരുത്തി. അമ്മയ്ക്ക് നല്ല മണമുണ്ടായിരുന്നു, കാച്ചിയ എണ്ണയുടെയും വിയർപ്പിൻ്റെയും കൂടി ചേർന്ന മണം. ഗായത്രി: അമ്മ കാണാനൊക്കെ എങ്ങനെയാണ്? സുന്ദരിയാണ്. എപ്പോഴും നേരിയതാണ് ധരിക്കുക. ഇളം നിറത്തിലുള്ള ബ്ലൗസും. എപ്പോഴും വിളക്കിൻ്റെ കരി കൊണ്ടുള്ള നീളത്തിലുള്ള കുറി അമ്മയുടെ നെറ്റിയിൽ കാണാം. നല്ല നീളമുള്ള ചുവന്ന കാലുകൾ. ഗായത്രി: എന്നിട്ട്? അനന്തു: അമ്മയും കൂട്ടി വൈദ്യരെ കാണിക്കാൻ പോയി. 2 ആഴ്ച ജോലിയൊന്നും ചെയ്യരുത് എന്നും, കുഴമ്പിടണമെന്നും, സ്വയം ചെയ്യരുതെന്നും, വീട്ടിൽ ആരെയെങ്കിലും കൊണ്ട് ചെയ്താലേ ഫലമുണ്ടാകൂ എന്നും പറഞ്ഞു. വൈകുന്നേരം കുഴമ്പെടുത്ത് അങ്ങോട്ട് ചെല്ലാൻ അമ്മ പറഞ്ഞു. ഞാൻ ചെന്ന് കട്ടിലിൻ്റെ അറ്റത്തിരുന്നു. അമ്മ കുഴമ്പ് വാങ്ങി സ്വയം പുരട്ടാൻ തുടങ്ങി. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ കുറച്ച് ചേർന്നിരുന്ന് അമ്മയുടെ വലത്തേക്കാലെടുത്ത് എൻ്റെ മടിയിൽ വെച്ചു. എന്തൊരു കാലാണ് എൻ്റെ അമ്മയുടേത് എന്ന് ഞാൻ വിചാരിച്ചു. ഇത്രയും കാലം ഇക്കണ്ട ജോലിയെല്ലാം ചെയ്തിട്ടും എന്തൊരു വൃത്തിയാണ്. അടിഭാഗത്ത് ഒരു കീറൽ പോലുമില്ല. ഗായത്രി: ബാക്കി പറയൂ. അനന്തു: ഞാൻ കുഴമ്പെടുത്ത് പതിയെ കാലിൽ പുരട്ടാൻ തുടങ്ങി. ആദ്യം മുകൾ ഭാഗത്ത് തേച്ച് പിടിപ്പിച്ചു, പിന്നെ അടിഭാഗത്തും തേച്ച് കൊടുത്തു. ഗായത്രി: ഓ, പിന്നീട് എന്ത് ചെയ്തു? അനന്തു: അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി വെച്ചു. അമ്മ എന്നെ റൂമിലേക്ക് വിളിച്ചു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു വെള്ളമുണ്ട് അരയിൽ ചുറ്റിയിട്ടുണ്ട്. ഒരു നേരിയ വെളുത്ത തുണി ശരീരത്തിന് കുറുകെയും ഇട്ടിട്ടുണ്ട്. ഞാൻ അമ്മയെ താങ്ങി പിടിച്ച് കുളിമുറിയിൽ കൊണ്ടിരുത്തി. വെള്ളം കോരി ഒഴിച്ച് അമ്മയുടെ കയ്യിലും ചുമലിലുമൊക്കെ ഇഞ്ചിയും താളിയും തേച്ചു. കഴുത്തിന് പിന്നിലും മുന്നിലും തേച്ചു. പിന്നീട് എന്തുണ്ടായി? ഒന്നും ഓർമ്മ വരുന്നില്ല. ട്രൈ അനന്തു. ഇല്ല, പറ്റുന്നില്ല. അനന്തുവിൻ്റെ ശരീരം ഷിവർ ചെയ്യാൻ തുടങ്ങി. ഗായത്രി: റിലാക്സ്, റിലാക്സ്. അനന്തു മയക്കത്തിൽ നിന്ന് ഉണരുകയാണ്. ഗായത്രി ഒരു ഇഞ്ചക്ഷൻ നൽകി. അനന്തു ഉണർന്നു. സ്വബോധത്തിൽ വന്ന അനന്തു അമ്മയെ തിരക്കി. അമ്മ വരും, അനന്തു റെസ്റ്റ് എടുക്കുക. ഗായത്രി അശ്വതിയെ ഫോൺ ചെയ്തു. അവന് കുഴപ്പമില്ല എന്ന് ആശ്വസിപ്പിച്ചു. അച്ചു, എനിക്ക് അവൻ്റെ മനസ്സിനെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അശ്വതി: ഇനി എന്ത് ചെയ്യൂടി?
ഗായത്രി, നീ ടെൻഷൻ ആവേണ്ട. ഇനി അവൻ്റെ സ്വപ്നത്തിൽ ആ രൂപം വരുന്ന ദിവസം നാളെയാണ്. അവൻ ഇവിടെ എൻ്റെ കൂടെ കിടക്കട്ടെ. സ്വപ്നം കാണുന്ന സമയത്ത് അനന്തുവിനെ എനിക്ക് വേണം. ഇതിൻ്റെ ബാക്കി പോർഷൻ 2 പാർട്സായിട്ടായിരിക്കും ഇടുന്നത്. ആദ്യം ഞാൻ 2 പാർട്ടാക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് എഴുതി വന്നപ്പോൾ ഒരു 3 പാർട്സ് കാണും. അത് 3ഉം കഴിഞ്ഞതിന് ശേഷമാണ് ടെലഗ്രാമിലുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭാഗം വരിക. ഗുഡ് നൈറ്റ് വിത്ത് ലവ്, അലി നാൻസി.